السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, ഏറെ പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥനാ പഠനം എന്ന വളരെ ശ്രേഷ്ഠമായ ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ പ്രാധാന്യമുള്ള ഇഹപര നന്മകൾ നമുക്ക് നേടിത്തരുന്ന ചില പ്രാർത്ഥനകളൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, തത്തുല്യമായ ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ദർസിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ പ്രവൃത്തികളും അതെല്ലാം നന്നായി തീരാനും ഏറ്റവും ശ്രേഷ്ഠമായ ഒരവസ്ഥയിലേക്ക് മനസ്സും ശരീരവും പ്രവർത്തനങ്ങളും എത്തിച്ചേരുവാനും ആവശ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഇത് ഉദ്ധരിക്കുന്ന സഹാബി സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ആണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅല്ലിമുനാഹുന്ന. അല്ലാഹുവിന്റെ റസൂൽ ഈ ഒരു ദുആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു. വനഹ്നു നുഅല്ലിമുകുമൂഹുന്ന. ഈ ദുആ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്കും പഠിപ്പിച്ചു തരികയാണ് എന്ന് താബിഈങ്ങളായ ആളുകൾക്ക് സ്വഹാബികൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആയാണിത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളിതാ നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഇത് കേൾക്കുന്നവരൊക്കെ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന അത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദുആയാണ് നാം പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഈ ദുആ സഹീഹായി വന്നിട്ടുള്ളതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇൻഷാ അല്ലാഹ് ആ ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അൻ സെയ്ദ് ബിൻ അർഖമ റളിയല്ലാഹു തആല അൻഹു ഖാൽ ലാ അഖൂലു ലക്കും ഇല്ലാ കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് പോലെ അല്ലാതെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇതാണ് അദ്ദേഹം നൽകുന്ന ആമുഖം. എന്താണ്? ലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇല്ലാ കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അല്ലാതെ. എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന ദുആ അക്ഷരാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതിലൊരു മാറ്റവും വരുത്താതെ, കൂട്ടാതെ, കുറയ്ക്കാതെ റസൂല് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുആ ഇതിങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ ദുആ എന്താണ്, ഈ പ്രാർത്ഥന അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, ഞാൻ അതിന്റെ ആദ്യ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖ്ലി വൽ ഹറമി വഅദാബിൽ ഖബ്രി. ഇതാണ് അതിന്റെ ആദ്യ ഭാഗം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, തീർച്ചയായും ഞാൻ, അഊദു ബിക, നിന്നിൽ അഭയം തേടുന്നു, മിനൽ അജ്സി. അജ്സ് എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മ, ഒരു കാര്യം പൂർത്തീകരിക്കാനുള്ള ശക്തിയില്ലാതിരിക്കുക, അതേപോലെ തന്നെ താല്പര്യമില്ലാതിരിക്കുക, ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ ഒരു കാര്യം ചെയ്തു തീർക്കാൻ ദുർബലത കാരണം സാധിക്കാതെ പോകുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവരുതേ. എന്ന് പറഞ്ഞാൽ തനിക്കതിന് കഴിയുമെന്നാലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് നിർത്തിക്കളയുക. നമുക്കറിയാം, പല കാര്യങ്ങളും നമുക്ക് ശ്രമിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ പലപ്പോഴും ആളുകൾ ശ്രമിച്ചു നോക്കും, 1, 2, 3 തവണ ശ്രമിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം, ഇഹപര ഖൈറിന് നിദാനമായി തീരുന്ന ഒരു കാര്യം, അത് പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ വിട്ടേച്ചു പോകുന്ന, അതല്ലെങ്കിൽ അത് ചെയ്യാൻ
ഞാൻ അശക്തനാണ് എന്ന് വിചാരിച്ചു മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഇത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ വളരെ ഗംഭീരമാണ് ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ആജിസി, അല്ലാഹുവേ തോറ്റുപോകുന്നതിൽ നിന്ന്, ദുർബലനായിത്തീരുന്നതിൽ നിന്ന്, എനിക്കൊരു കാര്യം കഴിയാതെ പോകുന്നതിൽ നിന്ന്, ആ നിലക്കുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത് കർമ്മങ്ങളിൽ മുന്നോട്ടു പോകാതെ മാറി നിൽക്കുന്നതിൽ നിന്നെല്ലാം ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും നമുക്ക് വളരെയധികം തടസ്സമായി തീരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് എത്രയെത്ര പുണ്യകർമ്മങ്ങൾ നാം നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ച് എന്തെല്ലാം ഹൈറുകളിലാണ് നാം മുന്നേറാതിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദീനിന്റെ വിഷയത്തിൽ പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യത്തിലും ഈ ദുനിയാവിൽ തന്നെ നല്ല നല്ല അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലും പലപ്പോഴും ഈ ഒരു കാരണം നമുക്ക് തടസ്സമായി നിന്നിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകുകയും നല്ല ഉത്സാഹത്തോടുകൂടിയും തോറ്റുപോയാലും വീണ്ടും വീണ്ടും പരിശ്രമിച്ച് ഒരു കാര്യം നേടിയെടുക്കുന്ന ഒരവസ്ഥ എനിക്ക് നൽകണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ തോറ്റുപോകുന്നതിൽ നിന്നും, കഴിവില്ലായ്മയിൽ നിന്നും, ദുർബലതയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്നാണ് ആദ്യം പറഞ്ഞ വാചകം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ആജിസി. അതേപോലെ തന്നെ അതിനോട് ചേർത്ത് തന്നെ വൽ കസലി. കസൽ എന്ന് പറഞ്ഞാൽ അലസത, മടി. ഇത് അധികവും ബാധിക്കുന്നത് ശരീരത്തെയല്ല, മനസ്സിനെയാണ്. ആദ്യത്തത് ശരീരത്തെയാണ് അധികവും ബാധിക്കുക. പക്ഷേ അത് നമുക്ക് പരിശ്രമിച്ച് നേടിയെടുക്കാൻ പറ്റും. രണ്ടാമത്തത് നമുക്ക് എല്ലാ കഴിവുമുണ്ട്, പക്ഷേ അലസത കാണിക്കുക, മടി കാണിക്കുക, ഒന്നിനും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുക, സമയം വെറുതെ പാഴാക്കുക, ഒരു കാര്യത്തിനും മനസ്സില്ലാത്തൊരവസ്ഥ. അതിനാണ് നമ്മൾ മടി, അതല്ലെങ്കിൽ കുഴിമടിയൻ, അലസൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒന്നിനും ഉത്സാഹമില്ലാതെ എന്തിനും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ആലോചിച്ചിട്ട് മടിയന്മാരായി ഇരിക്കുന്ന അവസ്ഥ. ഈ ദുനിയാവിലെയും പരലോകത്തിലെയും ഒരുപാട് ഹൈറുകൾ അലസത കാരണം മനുഷ്യന്മാർ നഷ്ടപ്പെടുത്തി. സുന്നത്ത് നമസ്കരിക്കാൻ മടി, ജമാഅത്തിൽ പങ്കെടുക്കാൻ മടി, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാൻ മടി, സദഖ ചെയ്യാൻ മടി, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദഅവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മടി. അങ്ങനെ എന്ത് നോക്കിയാലും അലസത. ഇനി ദുനിയാവിന്റെ കാര്യത്തിലാകട്ടെ ജോലിക്ക് പോകാൻ അലസത കാണിക്കുക. അതേപോലെ തന്നെ വീടിനും കുടുംബത്തിനും നാട്ടുകാർക്കും നന്മയായിത്തീരുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടാൻ മടി കാണിക്കുക. ഒരു പണിയുമെടുക്കാതെ വെറുതെ ഇരിക്കുക. ഇതൊക്കെ വളരെ വലിയ ദുസ്വഭാവങ്ങളാണ്. അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല. അതുകൊണ്ട് രണ്ടാമത് രക്ഷ ചോദിക്കുന്നത് വൽ കസൽ, അലസതയിൽ നിന്ന്, മടിയിൽ നിന്നാണ്. മൂന്നാമത്തത് വൽ ജുബുൻ. ജുബുൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം, ധൈര്യമില്ലായ്മ. ചില ആളുകൾക്ക് അലസതയോ മടിയോ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ശരീരത്തിനും ശക്തി ഉണ്ടാകും, പക്ഷെ പേടി, മനസ്ഥൈര്യമില്ല, ധൈര്യമില്ല, തന്റെ ഇടമില്ല. താൻ വിചാരിച്ചാൽ നടക്കും, പക്ഷെ പേടിയാണ്, പലതിനെയും പേടി. ഭീരുത്വം വളരെ വലിയ ഒരു നന്മക്ക് തടസ്സം നിൽക്കുന്ന കാര്യമാണ്. ദീനിന്റെ കാര്യങ്ങളിൽ പലപ്പോഴും പലരെയും പേടിച്ച് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചെയ്യാതിരിക്കുന്നു. അതേപോലെ തന്നെ ദുനിയാവിൽ ഹൈറായ പലതും നേടിയെടുക്കാൻ ഒരല്പം ധൈര്യം കാണിച്ചാൽ മതി, പക്ഷെ പലർക്കും ധൈര്യമില്ല. അത് ശരീരത്തിന്റെ കാര്യത്തെ ഭയപ്പെട്ടിട്ടോ, സമ്പത്തിനെ ഭയപ്പെട്ടിട്ടോ, മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഭയപ്പെട്ടിട്ടോ, ഭീരുത്വം കാരണം ഒരുപാട് നന്മകൾ മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. വിശ്വാസികൾ ധൈര്യശാലികളായിരിക്കണം. വിശ്വാസികൾ ധൈര്യശാലികളായിരിക്കണം. അതിന്റെ അർത്ഥം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ജീവിതത്തിൽ അപകടങ്ങൾ വരുത്തി വെക്കുക എന്ന അർത്ഥത്തിലല്ല. മറിച്ച് അനാവശ്യമായ ഭീരുത്വമാണ് പലർക്കുമുള്ളത്. ഒരാവശ്യവുമില്ലാത്ത പേടി. ആ പേടിയിലൂടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ജുബനിൽ നിന്ന് അഥവാ ഭീരുത്വത്തിൽ നിന്ന് നാം അള്ളാഹുവിനോട് രക്ഷ തേടുന്നത്. അതിനോട് ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യമാണ് വൽ ബുഖുൽ, പിശുക്കിൽ നിന്ന്. ബുഖുൽ എന്ന് പറഞ്ഞാൽ പിശുക്ക്. പിശുക്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ വിഷയങ്ങളിലാണ് അത് അധികവും ഉണ്ടാകുന്നത്. അതേ സന്ദർഭത്തിൽ തന്നെ തനിക്ക് എന്തൊരു നിഅമത്തുണ്ടോ ആ നിഅമത്ത് ആളുകൾക്ക് പങ്കുവെക്കുന്നതിൽ കാണിക്കുന്ന വൈമനസ്യം, അതും ബുഖ്ല് തന്നെയാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് അറിവുണ്ട്, പക്ഷെ ആ അറിവ് ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരാൾക്ക് തന്റേതായ ചില കഴിവുകളുണ്ട്, പക്ഷെ അത് മറ്റുള്ള ആളുകൾക്ക് പങ്കുവെക്കുന്നില്ല, അതും പിശുക്ക് തന്നെയാണ്. അതേപോലെ സമ്പത്ത്, അത് ചെലവഴിച്ചാൽ തീർന്നു പോകുമെന്ന് വിചാരിക്കുക ഒരിക്കലുമില്ല. നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾ
മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോഴാണ് അതിൽ വർധനവുണ്ടാകുന്നത്. ഇല്ലെങ്കിൽ അതിൽ വർധനവുണ്ടാവില്ല, അത് നശിച്ചു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് പിശുക്ക് എന്നത് അത് സമ്പത്തിന്റെ വിഷയത്തിലാകട്ടെ മറ്റേത് വിഷയങ്ങളിലാകട്ടെ അതിൽ നമുക്ക് ബുഖല് പാടില്ല. വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി. പിശുക്ക് കാണിക്കുന്നവർ അവരവർക്കെതിരിലാണ് പിശുക്ക് കാണിക്കുന്നത്, അതവർക്ക് ദോഷമായി ഭവിക്കുകയുള്ളൂ. പലപ്പോഴും ഭീരുത്വത്തിന്റെ കൂടെ പിശുക്ക് പറയാനുള്ള കാരണം പലരെയും പിശുക്കന്മാരാക്കുന്നത് പേടിയാണ്. പണം ചെലവഴിക്കാനുള്ള പേടി, ഞാൻ ഫഖീറായി പോകുമെന്ന പേടി, അതല്ലെങ്കിൽ എന്റെ അറിവുകളൊക്കെ മറ്റുള്ളവർ തട്ടിയെടുക്കുമെന്ന പേടി, അങ്ങനെ തുടങ്ങി ഒരുപാട് ഭയങ്ങൾ. അതുണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ തീർച്ചയായും ഇതും വളരെ ഗൗരവം നിറഞ്ഞൊരു വിഷയമാണ്. ഇഹപര നന്മകൾക്ക് തടസ്സമായി തീരുന്ന ഒരു കാര്യം തന്നെയാണത്. പിന്നീട് പറയുന്നത് വൽ ഹറം. ഹറം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിനാണ് ഹറം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, ആഖിറത്തിന്റെ കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥക്കാണ് ഹറം എന്ന് പറയുന്നത്. വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തുക, പിച്ചും പേയും പറയുന്ന അവസ്ഥ, മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്ന അവസ്ഥ, ദീനീ കാര്യങ്ങൾ ചിട്ടയോടുകൂടി ചെയ്യാനുള്ള ഓർമ്മയില്ല, ദുനിയാവിന്റെ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വാർദ്ധക്യത്തിന്റെ അവസ്ഥ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്ന ദുആകളിൽ ഒന്ന് അതാണ്, വഅഊദു ബിക മിൻ അൻ അറുദ്ദ ഇലാ അർദലിൽ ഉമർ. പ്രായത്തിന്റെ അങ്ങേ തലയിലേക്ക് ഞാൻ തള്ളപ്പെടുന്നതിൽ നിന്ന് നിന്നിൽ ഞാൻ രക്ഷ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക്, എന്നാൽ അതല്ല, നമുക്ക് തെളിഞ്ഞ ബുദ്ധിയുണ്ടെങ്കിൽ പ്രായം എത്ര അധികരിച്ചാലും സത്യവിശ്വാസികൾക്ക് അത് നന്മയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്നാണ്. ഒരുപാട് പ്രായമുണ്ട്, പക്ഷേ നല്ല അമലുകളുമുണ്ട്. ചില ആളുകൾക്ക് എത്ര വാർദ്ധക്യമെത്തിയാലും ബുദ്ധിശക്തിക്ക് ഒരു കുറവുമുണ്ടാവില്ല. ദീനിന്റെ കാര്യങ്ങളും ദുനിയാവിന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ. വേറെ ചില ആളുകൾ ദുനിയാവിന്റെ കാര്യം ചെയ്തിട്ടില്ലെങ്കിലും തങ്ങളുടെ വാർദ്ധക്യത്തെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർ. നമസ്കാരം, ദിക്ർ, ഖുർആനോത്ത്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് പ്രായാധിക്യം എന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം അത് നന്മയിലുള്ള വർധനവിന്, തൗബക്ക് എല്ലാം അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ പ്രായം കൂടുക എന്നതൊരു പ്രശ്നമല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീനിനോ ദുനിയാവിനോ ഉള്ള ഖൈറുകൾ നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അതിന്റെ കൂടെ വഅദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും. നമുക്കറിയാം അദാബുൽ ഖബരി ഹഖ്ഖുൻ, ഖബറിലെ ശിക്ഷ സത്യമാണ്. ഒരുപാട് ചെറുതെന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമേറിയ പല വിഷയങ്ങളുമുണ്ട്. അതിനെല്ലാം ഖബറിൽ ശിക്ഷയുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടേണ്ടതുണ്ട്. ചെറുതും വലുതുമായ എല്ലാ ഖബറിലെ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പതിവായി ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിയിരുന്നു. അപ്പോൾ ഇതാണ് ഈ പ്രാർത്ഥനയുടെ തുടക്കം. ഇത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ദുർബലതകൾക്കെതിരിലുള്ള പ്രാർത്ഥനയാണ്. അതെല്ലാം നീങ്ങിക്കിട്ടി നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷവും ആവേശവും താക്കത്തും കുവ്വത്തും വേണം. അതേപോലെ തന്നെ മനസ്സിലും ആവേശം വേണം. ഇങ്ങനെ മനസ്സും പ്രവർത്തനങ്ങളും നന്നായി തീരുന്ന, എല്ലാത്തരം ഇഹത്തിലെയും പരത്തിലെയും നന്മകൾക്ക് തടസ്സമായി തീരുന്ന ദുസ്വഭാവങ്ങളിൽ നിന്നുള്ള ഒരു രക്ഷ തേടലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ദുആ. അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖ്ലി വൽ ഹറമി വഅദാബിൽ ഖബർ. ശരിക്കും ഈ പ്രാർത്ഥനയുടെ ഓരോ ഭാഗങ്ങളുടെയും ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദുആ ചെയ്യുക. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ആതി നഫ്സി തഖ്വാഹ, എന്റെ നഫ്സിന് നീ അതിന്റെ തഖ്വ നൽകണമേ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ആതി നഫ്സി, എന്റെ നഫ്സിന് നീ നൽകണമേ തഖ്വാഹ, അതിന്റെ തഖ്വ. എന്താണ് തഖ്വ? നമുക്കറിയാം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ധർമാധർമ്മങ്ങൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതിനെക്കുറിച്ചുള്ളൊരു ശരിയായ അറിവ് നഫ്സിന് ഉണ്ടായിരിക്കണം. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. അള്ളാഹു മനുഷ്യന്റെ നഫ്സിനെ ശരിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ഫുജൂറിനെ സംബന്ധിച്ചും തഖ്വയെ സംബന്ധിച്ചും അള്ളാഹു മനസ്സിന് ബോധനം നൽകിയിരിക്കുന്നു. അപ്പോൾ ഓരോ ആളുകളുടെയും ആത്മാവിന്, ഹൃദയത്തിന്, മനസ്സിന് നന്മ എന്താണ്, തിന്മ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്.
അത് മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ ചിലത് ശരിയല്ല, ചിലത് ശരിയാണ് എന്ന തോന്നൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിനു പുറമെ വേദഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ അത് പഠിപ്പിക്കപ്പെടുമ്പോൾ ഹൃദയത്തിന് വ്യക്തമായ ബോധ്യമുണ്ടാകുന്നു, നഫ്സിന് വ്യക്തമായ ബോധ്യമുണ്ടാകുന്നു എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ് എന്ന്. അതുകൊണ്ടാണ് തഖ്വയെ സത്യാസത്യ വിവേചനവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഫുർഖാൻ തരും. എന്ന് പറഞ്ഞാൽ ഇന്നതാണ് സത്യം, ഇന്നത് അസത്യം, ഇന്നത് നന്മയാണ്, ഇന്നത് തിന്മയാണ്, ഇന്നതാണ് ശരിയായ നിലപാട്, ഇന്നത് തെറ്റായ നിലപാടാണ് എന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ്. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട്, സൂക്ഷ്മത, പരലോക ചിന്ത, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുമോ എന്ന ചിന്ത. തഖ്വയെക്കുറിച്ച് പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞത് അതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, ആ മാർഗങ്ങൾ അന്വേഷിക്കലും അത് പ്രാവർത്തികമാക്കുന്നതിനുമാണ് തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹുവേ എന്റെ നഫ്സിന് നീ അതിന്റെ തഖ്വ നൽകണമേ എന്നിടത്ത് ശരിയായ ഇൽമും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖും നീ നൽകുകയും എന്റെ നഫ്സിനെ നീ ആ നിലക്ക് ചിട്ടപ്പെടുത്തുകയും ചെയ്യണമേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് പറഞ്ഞത്, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് തഖ്വ. അവിടെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവേ എന്റെ ഹൃദയത്തിന് നീ ശരിയായ തഖ്വ നൽകണമേ. കാരണം ഹൃദയം നന്നായാൽ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ നന്നായി. ഹൃദയം ചീത്തയായാലോ ശരീരം മുഴുവൻ ചീത്തയായി. അതാണ് ഖൽബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഖൽബിൽ നീ തഖ്വ നൽകിയാൽ ഖൽബും നന്നായി. അതുകൊണ്ട് അള്ളാഹുവേ എന്റെ ഹൃദയത്തിന് തഖ്വ നൽകണമേ. നമ്മുടെ ആത്മാവിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ഖൽബിന് എല്ലാ പരിശുദ്ധിയും ചോദിച്ചു വാങ്ങുന്ന ദുആയാണത്. അതുകൊണ്ട് ഇതിനെ അവഗണിക്കരുത്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹുവേ എന്റെ ഹൃദയത്തിന്, എന്റെ നഫ്സിന്, എന്റെ ആത്മാവിന് അതിൻ്റെതായ തഖ്വ, സൂക്ഷ്മതാ ബോധം നീ നൽകണമേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. അടുത്തത് ശ്രദ്ധിക്കൂ. വസക്കിഹ, അതിനെ നീ ശുദ്ധീകരിക്കണമേ, അതിന് നീ തസ്കിയത്ത് നൽകണമേ. എന്തിന്? നമ്മുടെ ഖൽബിന്, നമ്മുടെ നഫ്സിന് തസ്കിയത്ത് നൽകണമേ. അൻത ഖൈറു മൻ സക്കാഹ, അതിന് തസ്കിയത്ത് നൽകുന്നത് നീയാണ് റബ്ബേ. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്, നഫ്സിന് തസ്കിയത്ത് നൽകുന്നവരിൽ നീയാണ് ഖൈറായിട്ടുള്ളവൻ. അൻത ഖൈറു മൻ സക്കാഹ, ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തുന്നവൻ, അതിന് തസ്കിയത്ത് നൽകുന്നവരിൽ ഖൈറായിട്ടുള്ളവൻ നീയാണ്. ഇവിടെ ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞു, അതിന്റെ അർത്ഥം മറ്റു പലരുമുണ്ട്, അള്ളാഹു അതിൽ ഖൈറാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവേ നീ മാത്രമാണ് ഹൃദയത്തിന് തസ്കിയത്ത് നൽകുന്നവൻ എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും ഇല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾക്കും തസ്കിയത്ത് നേടിയെടുക്കാൻ കഴിയില്ല. മറിച്ച് വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് തസ്കിയത്ത് നൽകുന്നു. എന്താണ് തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ വിശദീകരിച്ചു, ഹൃദയത്തെ എല്ലാ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും, പെരുമാറ്റങ്ങളിൽ നിന്നും, ചിന്താഗതികളിൽ നിന്നും ശുദ്ധീകരിക്കലാണ്. എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് ശുദ്ധിയാക്കുക, കുഫറിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുക, അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, മോശം ചിന്തകൾ, തിന്മകൾക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങുകൾ നടത്തൽ, അങ്ങനെ തുടങ്ങി ഹൃദയം കൊണ്ട് ചെയ്യുന്ന തിന്മകൾ എമ്പാടുമാണ്. അതിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ച് തൗഹീദുള്ള, സുന്നത്തുള്ള, ഇഖ്ലാസുള്ള, ഈമാനുള്ള ഒരു ഹൃദയം, അതോടൊപ്പം എല്ലാവരോടും മഹബ്ബത്ത്, സ്നേഹം, കാരുണ്യം, ദയാവായ്പ്, വിട്ടുവീഴ്ച, മാപ്പ് നൽകൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹനീയമായ സ്വഭാവം കൊണ്ട് എന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ, എന്റെ ആത്മാവിനെ നീ ശുദ്ധീകരിക്കണമേ. വളരെ ഗംഭീരമാണ്. കാരണം തഖ്വയുടെ കൂടെ തസ്കിയത്ത് കൂടി ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് പ്രകാശത്തിന് മേൽ പ്രകാശമാണ്. ഒന്ന്, സത്യാസത്യ വിവേചനത്തിനുള്ള ഒരു കഴിവ് ഹൃദയത്തിനുണ്ടാവുക, നന്മ തിന്മകളെ സംബന്ധിച്ചുള്ള ഒരു അറിവുണ്ടാവുക, പിന്നീട് ആ അറിവനുസരിച്ച് ഹൃദയത്തിലുള്ള തിന്മകളെ മുഴുവൻ ഇല്ലാതെയാക്കി അവിടെ ശുദ്ധീകരിച്ച് നല്ല നല്ല സ്വഭാവങ്ങൾ കൊണ്ട് അതിനെ അലങ്കരിക്കുകയും ചെയ്യുക. അതാണ് വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. ഈമാനിനെ അള്ളാഹു നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കിയിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിനെ
ആ ഈമാൻ ഒരു അലങ്കാരവുമാക്കിയിരിക്കുന്നു, ഹൃദയത്തിന്റെ അലങ്കാരമായി. നല്ല ഈമാൻ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും അലങ്കാരമുള്ള ഒരു ഹൃദയം, അതാണ് തസ്കിയത്തുള്ള ഹൃദയം എന്ന് പറയുന്നത്. അതാണ് പിന്നീട് ചോദിക്കുന്നത്, വസക്കിഹ, നീ എന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണം, തസ്കിയത്ത് നൽകണം. അൻത ഖൈറു മൻ സക്കാഹ, അതിനെ ശുദ്ധീകരിക്കുന്നവരിൽ ഖൈറായവൻ നീയാണ്, അഥവാ നീ മാത്രമാണ് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത്. പിന്നീട് പറയുന്നത്, അൻത വലിയുഹ വ മൗലാഹ, നീയാകുന്നു അതിന്റെ വലിയും അതിന്റെ മൗലയും. വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി, ആത്മാവിന്റെ രക്ഷാധികാരി, അതിനെ ശുദ്ധീകരിക്കുന്നത്, അതിന്റെ കേടുപാടുകൾ നന്നാക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള എന്തെല്ലാം പോഷണങ്ങളുണ്ടോ അതെല്ലാം വഹയിലൂടെ നൽകുന്നത്, അതെല്ലാം നീയാണ്. അതാണ് അവിടെ വലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, രക്ഷാധികാരി എന്നാണ്. മൗല എന്ന് പറഞ്ഞാലോ, മൗല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണത്? മൗല എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, മൗല എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. അപ്പോൾ എന്റെ ആത്മാവിന്റെ ഉടമസ്ഥൻ നീയാണ്, അതിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിന്റെ കൈകളിലാണ്, അതിന്റെ സുൽത്താനും നിന്റെ കൈകളിലാണ്. അപ്പോൾ ആത്മാവിന്റെ ഉടമസ്ഥനും നീയാണ്, അതിനെ സംരക്ഷിക്കുന്നവനും നീയാണ്. ശ്രദ്ധിക്കുക, അതാണ് ആ വാക്കിന്റെ അർത്ഥം. എന്റെ ആത്മാവിന്റെ, എന്റെ ഹൃദയത്തിന്റെ ഉടമസ്ഥൻ, അതിന്റെ മാലിക്, അതിന്റെ ഖാലിഖ്, അതിന്റെ സ്രഷ്ടാവ് നീയാണ്. അതിനെ ശുദ്ധീകരിക്കുവാൻ ഉള്ള അധികാരവും അതിനുള്ള കഴിവും നിനക്ക് മാത്രമേ ഉള്ളൂ റബ്ബേ, ഞങ്ങൾക്കാർക്കും അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് എന്റെ ആത്മാവിന്റെ ഉടമസ്ഥനായ റബ്ബേ, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും അതിനെ നീ സംരക്ഷിക്കുകയും എല്ലാ അബദ്ധങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും എന്റെ ഹൃദയത്തെ നീ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ. അതാണ് അൻത വലിയുഹ വ മൗലാഹ എന്ന ആ ഒരു പ്രാർത്ഥനാ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ആശയം. പിന്നീട് പറയുന്നത് ശ്രദ്ധിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നിൽ അഭയം തേടുന്നു, മിൻ ഇൽമിൻ, അറിവിൽ നിന്ന്, ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്. എന്താണ് ഈ ഉപകാരമില്ലാത്ത അറിവ്? സഹോദരങ്ങളെ, പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അതിലുള്ള ഉദ്ദേശം. ഒന്ന്, പ്രത്യക്ഷത്തിൽ തന്നെ നാം പ്രാവർത്തികമാക്കിയാൽ പോലും ഉപകാരമില്ലാത്ത അറിവ്. സിഹ്റിനെ കുറിച്ച് പഠിക്കുക, ജ്യോത്സ്യം പഠിക്കുക, നക്ഷത്ര രാശികളെക്കുറിച്ച് പഠിക്കുക, അതേപോലെ ദുനിയാവിൽ ഉപകാരമില്ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന, സമ്പത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കളികൾ, വിനോദങ്ങൾ, പരലോകത്ത് നമുക്ക് തടസ്സമായി തീരുന്ന ഒരുപാട് അറിവുകൾ, അങ്ങനെ ഒരുപാട് അറിവുകൾ ലോകത്തുണ്ട്. തോന്നിവാസങ്ങളും വൃത്തികേടുകളും എല്ലാം ഇവിടെ നടക്കുന്നത്, അതിന്റെ പിന്നിലും ചില അറിവുകളുണ്ട്. പക്ഷേ ആ അറിവൊക്കെ ഉപകാരമുള്ളതാണോ? അല്ല. ഈ ലോകത്തും ഉപകാരമില്ല, പരലോകത്തും ഉപകാരമില്ല. ഇപ്രകാരം ഇരു ലോകത്തും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉപകാരമില്ലാത്ത അറിവുകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പൊ ആളുകൾക്കൊരു സംശയം, അതിൽ നിന്ന് രക്ഷ തേടേണ്ട ആവശ്യം എന്താണുള്ളത്? ചിന്തിക്കുക, ഈ ദുആ സത്യത്തിൽ മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ദുആ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ തുടക്കത്തിൽ. നന്മകൾക്ക് തടസ്സമായി തീരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നുമാണ് നാം അള്ളാഹുവിനോട് രക്ഷ തേടുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. ഉദാഹരണത്തിന് അജിസ്, കഴിവില്ലായ്മ, ദുർബലത, തോറ്റുപോകൽ, അതേപോലെ തന്നെ അലസത, കസൽ, മടി, ജുബൻ, ഭീരുത്വം, ബുഖ്ല്, പിശുക്ക്, ഇതൊക്കെ നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്നതാണ്. ഇതേപോലെ നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഉപകാരമില്ലാത്ത അറിവ്. കാരണം ഒരുപാട് സമയം അതിനുവേണ്ടി പലരും ചെലവഴിക്കും, എന്നിട്ടോ അതുകൊണ്ട് ഉപദ്രവമേ ഉണ്ടാകുന്നുള്ളൂ. മാത്രമല്ല, ഉപകാരപ്രദമായ ഇൽമ് നേടി അത് അമലാക്കുന്ന സമയമാണ് നഷ്ടപ്പെടുത്തുന്നതും. ആ സമയം കൊണ്ട് ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ, ഹദീസുകൾ പഠിച്ചിരുന്നെങ്കിൽ, അതേപോലെയുള്ള പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ അത് ഇഹത്തിലും പരത്തിലും അയാൾക്ക് ഖൈറായി തീരുമായിരുന്നു. അപ്പോൾ ഉപകാരമില്ലാത്ത അറിവ് കൊണ്ട് ഒന്ന്, നമ്മുടെ മനസ്സ് ദുഷിക്കുന്നു; രണ്ട്, നമ്മുടെ കർമ്മങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നു; ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുന്നു. നന്മ നിറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടുന്ന സമയം നമുക്ക് നഷ്ടമായിത്തീരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൽ ആസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം, മനുഷ്യന്മാർ നഷ്ടത്തിലാണെന്ന് പറയാനുള്ള ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഉപകാരമില്ലാത്ത അറിവ് എന്ന് പറഞ്ഞാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് നന്മ നൽകാത്ത അറിവാണ് അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം ഉലമാക്കൾ വിശദീകരിച്ചു. പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തും ഉപകാരമുണ്ട്. പക്ഷേ ആ ഇൽമനുസരിച്ച് ആ വ്യക്തി പ്രവർത്തിക്കുന്നില്ല, അതിനും ഉപകാരമില്ലാത്ത അറിവ് എന്ന് പറയും. ഒരാൾക്ക് ഇൽമുണ്ട്, ആ ഇൽമനുസരിച്ച് അയാൾ ചെയ്തിരുന്നെങ്കിൽ പരലോകത്തും ഹൈറായി തീരുമായിരുന്നു, ഈ ലോകത്തും ഹൈറായി തീരുമായിരുന്നു. പക്ഷെ ആ ഇൽമ അയാൾക്ക് പ്രയോജനപ്പെട്ടില്ല.
അപ്പോൾ അല്ലാഹുവേ, എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. കാരണം അതുകൊണ്ടൊരു ദോഷമുണ്ട്. എന്താണത്? നാം പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് നാളെ പരലോകത്ത് നമുക്കെതിരെ ഹുജ്ജത്ത് പറയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക. ഖുർആൻ നിനക്ക് അനുകൂലമായും സാക്ഷ്യം പറയും, നിനക്കെതിരായും സാക്ഷ്യം പറയും. എപ്പോഴാണ് എതിരായി സാക്ഷ്യം പറയുക? ഖുർആനിൽ പഠിച്ചതിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ. പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന 4 വിഷയങ്ങളിൽ ഒന്ന് വഅൻ ഇൽമിഹി മാദാ അമില ബിഹി എന്നാണ്. നീ പഠിച്ച ഇൽമിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും. നീ എന്താണ് അതനുസരിച്ച് പ്രവർത്തിച്ചത് എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ നാം നേടിയ ഇൽമനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരവസ്ഥക്കെതിരിലാണ് ഈ ദുആ. അതാണ് അവിടെ ഉദ്ദേശം. മിൻ ഇൽമിൻ ലാ യൻഫ. അള്ളാഹുവേ, നീ എനിക്ക് ഇൽമ തന്നിട്ട് അത് ഞാൻ പ്രയോജനപ്പെടുത്താത്ത, പ്രാവർത്തികമാക്കാത്ത ഒരവസ്ഥയിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു. അപ്പോൾ എന്താണ്? ഉപകാരപ്രദമായ അറിവ് എന്നത് അമലാക്കുന്ന അറിവാണ്. അങ്ങനെ അമലാക്കുന്ന അറിവ് നീ എനിക്ക് പ്രദാനം ചെയ്യണേ. ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖും നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. അതേ സന്ദർഭത്തിൽ ഞാൻ അമലാക്കിയാൽ പോലും ഈ ലോകത്തും പരലോകത്തും എനിക്ക് ഉപകാരമില്ലാത്ത അറിവുകളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. എത്ര മനോഹരമായ, എത്ര ഗംഭീരമായ പ്രാർത്ഥനയാണെന്ന് ഒന്ന് ആഴത്തിലിറങ്ങി ചിന്തിച്ചു നോക്കൂ. അൽഹംദുലില്ലാ. ഇനി അടുത്തത് ശ്രദ്ധിക്കൂ. വമിൻ ഖൽബിൻ ലാ യഖ്ശ. നിന്നെ ഭയപ്പെടാത്ത അല്ലെങ്കിൽ വിനയപ്പെടാത്ത ഒരു ഹൃദയത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ ഖൽബിൻ ലാ യഖ്ശ. ഖശ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക, ഭയപ്പെടുക, വിനയാന്വിതമായി തീരുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അതില്ലാത്ത ഹൃദയം. എന്താണ് അതില്ലാത്ത ഹൃദയം? ഉലമാക്കൾ പറഞ്ഞു കടുത്ത ഹൃദയം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു നന്മയെക്കുറിച്ച് പ്രചോദനം നൽകിയാൽ അതിലേക്ക് ഉത്സാഹം കാണിക്കാത്ത ഹൃദയം. എന്ന് പറഞ്ഞാൽ ഇന്ന ദിക്റുകൾക്ക് ഇത്രയും പ്രതിഫലമുണ്ട്, ഇന്ന നമസ്കാരത്തിന് ഇത്ര പ്രതിഫലമുണ്ട്, നോമ്പിന് ഇത്ര പ്രതിഫലമുണ്ട്, ഉംറയ്ക്ക് ഇത്ര പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സൽക്കർമ്മങ്ങൾക്ക് ഇന്ന പ്രതിഫലമുണ്ട് എന്നുള്ള തർഗീബ് നൽകുന്ന, പ്രചോദനം നൽകുന്ന ഒരു ഉപദേശം കേട്ടാലും അത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിവിടുക. എന്ന് പറഞ്ഞാൽ ഒരു സ്വാധീനവും മനസ്സിലുണ്ടാക്കുന്നില്ല. ഇഹത്തിലെയും പരത്തിലെയും നന്മകളെക്കുറിച്ചും സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ എത്ര വിശദീകരിച്ചിട്ടും അതൊന്നും കേറാത്ത മനസ്സ്. ഇതിനാണ് മിൻ ഖൽബിൻ ലാ യഖ്ശ എന്ന് പറയാ. ഒരു നിലക്കും ഉപദേശങ്ങൾ കൊണ്ട് സ്വാധീനമില്ലാത്ത മനസ്സ്. നേരെ മറിച്ച് യഥാർത്ഥ മുഅ്മിനിന്റെ മനസ്സ് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ഖുർആനിലെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാലൊക്കെ സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കണം, ഖുശൂഅ് വർദ്ധിക്കണം, പേടി വർദ്ധിക്കണം, ഉത്സാഹം വർദ്ധിക്കണം, സ്വർഗമുണ്ട് എന്നൊക്കെ കേട്ടാൽ അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാവണം. അങ്ങനെയുള്ള മനസ്സാണ് ഉപദേശങ്ങൾ കൊണ്ട് സ്വാധീനമുള്ള മനസ്സ്. അതാണ് ലോലമായ മനസ്സ്. എന്നാൽ എത്ര നല്ല കാര്യങ്ങൾ കേട്ടാലും അതൊന്നും അമലാക്കാത്ത ഒരവസ്ഥ എന്റെ ഹൃദയത്തിനുണ്ടാവരുതേ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു, നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തിയാൽ പേടി തോന്നാത്ത മനസ്സും. അതും തത്തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നന്മയെക്കുറിച്ച് പറഞ്ഞിട്ട് അത് ചെയ്യാൻ മനസ്സ് വരുന്നില്ല, ഒരു തിന്മയെക്കുറിച്ച് പറഞ്ഞിട്ടോ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടോ ഒരു പേടിയുമില്ലാതെ വീണ്ടും ആ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനാണ് അള്ളാഹുവിനെ ഭയപ്പെടാത്ത, ഖുശൂ ഇല്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ. പേടിപ്പിച്ചിട്ടും സ്വാധീനമുണ്ടാവുന്നില്ല, പ്രലോഭനങ്ങളും സന്തോഷവാർത്തകളും നൽകിയിട്ടും ഒരു സ്വാധീനം ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള ഹൃദയം നമുക്കുണ്ടോ എന്ന് ഞാനും നിങ്ങളൊക്കെ പരിശോധിക്കണം. ഇത് ആരെയോ സംബന്ധിച്ചൊന്നുമല്ല പറയുന്നത്, എന്നെയും നിങ്ങളെയും ഒക്കെ സംബന്ധിച്ച് തന്നെയാണ്. നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതാണിത്. ഇത് നാട്ടിലേതെങ്കിലും പോക്കിരികൾ ദുആ ചെയ്തോട്ടെ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, സ്വഹാബികൾ ചെയ്തു, പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സ്വഹാബികൾ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, തലമുറകളായി അത് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നു. നമ്മളൊക്കെ ദുആ ചെയ്യണം. കാരണം ഇത്തരം ഒരവസ്ഥ ഏറ്റക്കുറച്ചിലോടുകൂടി എല്ലാവരിലുമുണ്ട്. നാം എല്ലാവരിലുമുണ്ട്. പല നന്മകളെക്കുറിച്ച് എത്ര നല്ല ഹദീസുകൾ കേട്ടാലും ആ നന്മകളൊന്നും നാം ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. ചില തിന്മകൾ ഒഴിവാക്കണം, അതിനെക്കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ച് എത്ര കേട്ടിട്ടും ആ തിന്മകൾ നാം ഒഴിവാക്കുന്നില്ല. അതിങ്ങനെയുള്ളൊരു ഹൃദയത്തിന്റെ സ്വഭാവമാണ്. നമ്മൾ ദുആ ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യണം. വമിൻ ഖൽബിൻ ലാ യഖ്ശ. അല്ലാഹുവേ, നിനക്ക് ഖുശൂ കാണിക്കാത്തൊരു ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. പിന്നീട് പറയുന്നത് വമിൻ നഫ്സിൻ ലാ തശ്ബ. മതി വരാത്ത ഒരു നഫ്സിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ശുബ എന്ന് പറഞ്ഞാൽ മതി വരിക എന്ന് പറഞ്ഞാൽ ആർത്തിയുള്ള ഒരു മനസ്സ്. എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. അതുകൊണ്ട് 2 നഷ്ടമാണുള്ളത്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഹപര നന്മകൾക്ക് തടസ്സമായി തീരും. കാരണം എന്താണ്? എത്ര കിട്ടിയാലും മതിയാകാത്ത ആളുകൾ ദുനിയാവിന്റെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. അവസാനം
ദുനിയാവിലെ ജീവിതം മുഴുവൻ അധ്വാനിച്ചു ക്ഷീണിച്ചു, എന്നാൽ പരലോകത്ത് പോയപ്പോഴോ ഒന്നുമില്ല. കാരണം പരലോകത്തേക്കുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഈ അധ്വാനമെല്ലാം ദുനിയാവിന് വേണ്ടിയായിരുന്നു. അത് മരണത്തോടുകൂടി അവസാനിച്ചു. നേടിയ സ്വത്തുക്കളെല്ലാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു. ദീനിനു വേണ്ടി ചെലവഴിച്ചില്ല. പരലോകത്തേക്ക് വേണ്ടി സമയം കണ്ടെത്തിയില്ല. കൃത്യമായി നമസ്കാരമില്ല, അദ്കാറുകളില്ല, ഖുർആനോത്തില്ല, ദീന് പഠിക്കുന്നില്ല. കച്ചവടം, ബിസിനസ്, ജോലി തിരക്കുകൾ, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ വേറെ ചില ആളുകൾക്ക് തന്റെ കൈകളിലുള്ളത് മാത്രമല്ല മറ്റുള്ളവരുടേത് കൂടി സ്വന്തമാക്കാൻ ശ്രമിക്കുക. എപ്പോഴും മറ്റുള്ളവരിലേക്ക് കണ്ണു പായിപ്പിക്കുക. അയാൾക്കുള്ളതുപോലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ നിരന്തരമായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. എത്ര കിട്ടിയാലും അത് പൂഴ്ത്തി വെക്കുക, ഇനിയും കിട്ടണമെന്ന് ആർത്തി കാണിക്കുക. അതൊരിക്കലും നല്ലതല്ല. ഒരു വിശ്വാസി അള്ളാഹു എന്താണോ നൽകിയത് അതിൽ സംതൃപ്തനായിരിക്കണം. അള്ളാഹു നൽകുന്നതിൽ സംതൃപ്തിയുള്ള ഒരു മനസ്സാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര ലളിതമാണെങ്കിലും അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുക, അവന് ഇബാദത്ത് ചെയ്യുന്നതിൽ ജീവിതത്തെ കേന്ദ്രീകരിക്കുക. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ബറക്കത്ത് നൽകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലൈസൽ ഗിനാ ഫീ കസ്റത്തിൽ മാൽ വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാവലല്ല ധന്യത, മറിച്ച് മനസ്സിന്റെ ധന്യതയാണ് യഥാർത്ഥ ധന്യത. എനിക്കിതൊക്കെ മതി, ഇത്ര മതി എന്ന് ചിന്തിക്കാൻ കഴിയണം. ഇന്ന് പലപ്പോഴും ആളുകൾ കടക്കാരാകുന്നു, പലിശയുടെ കെണിയിൽപ്പെടുന്നു, പലരും ആത്മഹത്യ ചെയ്യുന്നു, ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഇല്ലാത്തവരല്ല, പിന്നെയോ ഒരുപാടുണ്ടായിട്ട് പിന്നെയും അതിൽ വർധനവിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി. ചില ആളുകളെ നമുക്ക് കാണാം, നല്ല കച്ചവടം, നല്ല ബിസിനസ്, നല്ല ലാഭമുണ്ട്. അപ്പോൾ പിശാച് അവരെങ്ങനെ പ്രേരിപ്പിച്ചു, ഇങ്ങനെയാണെങ്കിൽ നീ ഒരു ഷോപ്പ് കൂടി തുടങ്ങിക്കോ. പക്ഷേ ഒരു ഷോപ്പ് തുടങ്ങാൻ മാത്രമുള്ള പണമല്ല, തൽക്കാലം പലിശക്കെടുത്തോ. അങ്ങനെ പലിശക്കെടുക്കുകയാണ്. പിന്നീട് ആ പലിശയിലൂടെ ഉള്ളതും വിറ്റ് പെറുക്കേണ്ടുന്ന അവസ്ഥ. വേറെ ചില ആളുകൾക്ക് ചെറിയ വീട്, നല്ല സൗകര്യം എല്ലാം ഉണ്ട്, അന്നന്ന് അധ്വാനിക്കുന്നത് തന്റെ കുടുംബത്തിന് ചെലവഴിക്കാൻ പറ്റുന്നൊരവസ്ഥ. അപ്പോഴാണ് അപ്പുറത്തൊരാൾ വലിയ വീടെടുക്കുന്നത്, നിനക്കും വലിയൊരു വീട് വേണം. ഓക്കെ, ശരി, അങ്ങനെ അതാ ലോൺ എടുക്കുന്നു ബാങ്കിൽ നിന്ന്. അവസാനം ഉള്ള പറമ്പും വീടും നഷ്ടപ്പെട്ട് വഴിയാധാരമാകുന്നു. ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുകയും മക്കളെയും ഭാര്യയെയും കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ കൊലപാതകിയായും ആത്മഹത്യ ചെയ്യുന്നവനുമായും മാറുന്ന അവസ്ഥയിലേക്ക് അതെത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർത്തി എന്നത് വളരെ വലിയൊരു അപകടമാണ്, ഇഹപര നന്മകൾക്ക് തടസ്സമായി തീരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണത്. വമിൻ നഫ്സിൻ ലാ തശ്ബ, മതിവരാത്ത ഒരു നഫ്സിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് നീ ധന്യത നൽകണേ, നീ നൽകിയതിൽ തൃപ്തി അടയുന്ന ഒരു നല്ല മനസ്സ് നീ എനിക്ക് നൽകണേ. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്തൊരവസ്ഥ നീ എനിക്ക് ഉണ്ടാക്കി തരണമേ. അൽഹംദുലില്ലാഹ്, എത്ര നല്ല പ്രാർത്ഥനയാണ്. അവസാനമായിട്ട് നാം കാണുന്നത് വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടും. നാം ദുആ ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അല്ലാഹു, നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ ഒരു ദുആ അല്ലാഹു സ്വീകരിക്കാതെ തട്ടിമാറ്റിയാൽ എത്രമാത്രം സങ്കടകരമായ ഒരവസ്ഥയാണത്. പരമകാരുണ്യകനായ, ഏറെ ദയാവായ്പുള്ളവനായ, എല്ലാ സ്വത്തുക്കളുടെയും ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയുടെ ഒരു ദുആ സ്വീകരിക്കാതെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷിർക്കാണ്. ഷിർക്കും കുഫറും ഉണ്ടെങ്കിൽ അവരുടെ ദുആ വൃഥാവിലാണ്, പരലോകത്ത് ഉപകാരപ്പെടാത്ത ദുആയാണത്. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുത്തേക്കാം, പക്ഷേ പരലോകത്തൊരു ഓഹരിയും ഉണ്ടാവുകയില്ല. എന്നാൽ വിശ്വാസികളുടെ ഏത് ദുആയും ഈ ലോകത്ത് അല്ലാഹു നൽകിയിട്ടില്ലെങ്കിൽ പോലും പരലോകത്ത് അല്ലാഹു അത് കരുതി വെക്കുന്നതാണ്. ഈ ഒരു കരുതി വെക്കൽ കുഫറിന്റെ, ഷിർക്കിന്റെ, നിഫാഖിന്റെ ആളുകൾക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും എല്ലാം ഞാൻ രക്ഷ തേടുന്നു എന്നൊരർത്ഥം അതിനുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരുപാട് മര്യാദകളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നാം അത് വിശദീകരിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാനുള്ള മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പലതുമുണ്ട്. അല്ലാത്ത ദുആകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മര്യാദകളൊക്കെ പാലിക്കാതെ ദുആ നടത്തിയാലും പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകും. അതേപോലെ തന്നെ ഹറാമുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടൂല. അപ്പോ അവിശ്വാസം മാത്രമല്ല, ഹറാമുകളിൽ നിന്ന് മുക്തമാവണം. അപ്പോൾ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് രക്ഷ തേടുമ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ റബ്ബിനോട് തേടുകയാണ്.
അള്ളാഹുവെ തൗഹീദ് വേണം, ഇഖ്ലാസ് വേണം, നിഫാഖ് ഉണ്ടാവരുത്, കുഫറും ഷിർക്കും ഉണ്ടാവരുത്, അതേപോലെ തന്നെ ഹറാമുകൾ ഉണ്ടാവരുത് റബ്ബേ, സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്നവരായിരിക്കണം, അതേപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന മര്യാദകളൊക്കെ പാലിച്ച് ദുആ ചെയ്യുന്ന ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും വേണമെന്ന ഒരു തേട്ടം കൂടി എന്തിലുണ്ട്? ഈ ഒരു ദുആ ശകലത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഈ ദുആ നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ഇഹപര നന്മകൾക്ക് മുഴുവൻ നിദാനമായി തീരുന്ന വളരെ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്, സഹാബികൾ മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുത്തത്. ഈ ദുആ നിരന്തരം, ഇന്ന സമയമെന്നില്ല, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ദുആ ചെയ്യാവുന്ന ഒരു ദുആയാണ് ഈ ദുആ എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി, അല്ലാഹുവേ കഴിവില്ലായ്മയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, വൽ കസലി മടിയിൽ നിന്ന്, വൽ ജുബ്നി ഭീരുത്വത്തിൽ നിന്ന്, വൽ ബുഖ്ലി പിശുക്കിൽ നിന്ന്, വൽ ഹറമി വാർദ്ധക്യത്തിന്റെ മോശമായ അവസ്ഥയിൽ നിന്ന്, വ അദാബിൽ ഖബരി ഖബറിലെ ശിക്ഷയിൽ നിന്നും. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹുവേ എന്റെ നഫ്സിന് നീ അതിന്റേതായ സൂക്ഷ്മതാബോധം നൽകണമേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, നീ അതിനെ ശുദ്ധീകരിക്കണമേ, നീയാണ് അതിനെ ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഖൈറായവൻ. അൻത വലിയുഹ വ മൗലാഹ, അതിന്റെ ഉടമസ്ഥനും രക്ഷാധികാരിയും നീ തന്നെയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്, അതേപോലെ തന്നെ വമിൻ ഖൽബിൻ ലാ യഖ്ശ, നിനക്ക് വിനയപ്പെടാത്ത ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്ന്, വമിൻ നഫ്സിൻ ലാ തശ്മ, മതി വരാത്ത ഒരു ആത്മാവിൽ നിന്ന്, മനസ്സിൽ നിന്ന്, വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഈ ദുആ നാം പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.